അപ്പോൾ നമ്മൾ മണ്ണ് ചവിട്ടി കുഴച്ച് കണ്ടല്ലേ പടുവ് തുടങ്ങാൻ വേണ്ടി പോവാണ്. ഏതാ സാധനം തരിച്ചെടുത്താണ് കേട്ടോ. നമ്മളെ വലിയ എണ്ണ തരിപ്പൊക്കെ തരിച്ചെടുത്തുണ്ട് കൈ കൊണ്ടും കാലം കൊണ്ടും എങ്ങനെയൊക്കെയാണ് ഇത് കുഴച്ച്. ഇത് കാണുമ്പോൾ പണ്ട് മണ്ണും കട്ട ഉണ്ടാക്കിയതാ ഓർമ്മയുണ്ട്. ഏതായാലും ഇതുകൊണ്ടാണ് നമുക്ക് ഇനി പടുവ് ചെയ്യാനുള്ളത്. ഇതുകൊണ്ട് നല്ല പശ പോലുള്ള സാധനമാണിത്. നമ്മൾ തരിച്ച് ക്ലിയർ ആക്കിയോണ്ടേ നൈസായിട്ട് ചെറിയ കിണറ്റിൽ ഇങ്ങനെ നിരത്തി കൊടുത്താൽ മതി. നല്ല ക്ലിയർ കല്ലുമാണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് ക്വാളിറ്റി കല്ലാണ്. അതുകൊണ്ട് നമുക്ക് കുറഞ്ഞ കിണറ്റിൽ അങ്ങനെ വെച്ച് സൈഡിൽ മണ്ണ് അടിച്ചിട്ടിട്ട് മുട്ടിച്ച് അങ്ങനെ പോയാൽ മതി. ഇത് വെട്ടിയിറക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമ്മൾ വെട്ടിയിറക്കുമ്പോൾ ആ ചട്ടകത്തിൻ്റെ ഒപ്പം മണ്ണ് മുകൾക്ക് തന്നെയാണ് പോരും. അപ്പോൾ ഇത് അടിച്ചിട്ടാണ് മുട്ടിച്ച് അങ്ങനെ പോകാനേ പറ്റുള്ളൂ. താഴെ ഒറ്റവരെ നമ്മൾ സിമെൻറ്റ് വെട്ടിയിറക്കും കേട്ടോ. അതിൻ്റെ താഴ്ഭാഗം മണ്ണ് കല്ല് വെച്ചിട്ടുള്ളത് മണ്ണ് തന്നെയാണ്. സംശയമൊന്നും വേണ്ട. എന്നുവെച്ചാൽ ഇതുണ്ടോ മുകൾ ഭാഗം കണ്ടിട്ടുണ്ടെങ്കിൽ ഫുള്ള് സിമെൻറ്റിൽ വെച്ചത് തോന്നും. അതല്ല, താഴ്ഭാഗത്ത് ഇതുണ്ടോ ഫുള്ള് മണ്ണാണ്. വെട്ടിയിറക്കിയത് ആ ഫസ്റ്റത്തെ ലൈന് മാത്രമേ നമ്മളങ്ങനെ ചെയ്യുള്ളൂ. അതേപോലെ നമ്മൾ കട്ടിലുകൾ വെക്കുന്നതും ഒക്കെ സിമെൻറ്റ് മിക്സ് ആക്കിയിട്ട് നമ്മൾ ചെയ്യുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ കട്ടിൽ വെക്കാൻ വേണ്ടി പോവാണ്. അത്യാവശ്യം വീതിയും വലിപ്പമുള്ള സാധനമാണ്. താഴെ കോൺക്രീറ്റ് ഇട്ട് നമ്മൾ ഇന്നലെ ഫില്ലാക്കി വെച്ചിരുന്നു. 9 ഇഞ്ചാണ്, 1 വീതി, 2.20 ഹൈറ്റും. ഈ സൈറ്റിൻ്റെ പ്രത്യേകത എന്താ പറയുക, കട്ടിൽ വെക്കുന്നതിന് മുമ്പ് തലേന്ന് ഞങ്ങൾക്ക് ഇതിൻ്റെ മധുരം കിട്ടിയിട്ടുണ്ട്. ഇന്ന് കട്ടിൽ വെക്കണമെന്നൊരു മനസ്സില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളത് വെച്ച് സെറ്റാക്കി ഇങ്ങനെ പോവാം. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലെ കട്ടിലൊക്കെ വെച്ചുകൊണ്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മണ്ണുകൊണ്ടുള്ള പടുവായതുണ്ട്, കുറേ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും 3-4 വീട് നമ്മളതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വർക്ക് കണ്ടിട്ടാണ് ഈ വീട്ടുകാർ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് കിട്ടിയിട്ട കല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ക്വാളിറ്റി ഉറപ്പില്ലാത്ത കല്ലിന്. ഇവിടെ അങ്ങനെയല്ല, നല്ല ഫസ്റ്റ് ക്വാളിറ്റി അലുവമായിട്ടുള്ള കല്ലും നല്ല ഗമ്മ് പോലുള്ള മണ്ണാണ് കിട്ടിയില്ല. നമുക്ക് മണ്ണ് നെത്തിന് മുമ്പായിട്ട് ചെറിയൊരു നനവ് കൊടുക്കണം. നല്ലതാണ്. മണ്ണ് നല്ല പശപ്പശപ്പുള്ളതുകൊണ്ട് ചട്ടകത്തുമ്പോൾ അടർന്ന് പോരാൻ ചാൻസ് ഉണ്ട്, കല്ലുമുള്ള പൊടി കാരണം. അപ്പോൾ ചെറിയ നനവുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല. ഇതിങ്ങനെ നിരത്തുന്ന സമയത്ത് ചട്ടകത്തുമ്പോൾ പോരില്ല. ഈ ഒരു ലെവലിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ പറയാം. നമുക്ക് ഇങ്ങനെ അമർത്തി ഇങ്ങനെ വെച്ച് ആമറേറ്റും ചെറിയൊരു മേട്ടം വീട് ഇങ്ങനെ കൊടുത്താൽ മതി. ഇത് ഇങ്ങനെ വെക്കുമ്പോൾ എന്താ പറയുക, മുട്ടിച്ച് വെക്കാനേ പറ്റുള്ളൂ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമെൻറ്റ് പോലെ അടിച്ചിട്ടിട്ട് നമുക്ക് മുട്ടിച്ച് അങ്ങനെ വെക്കുക. വെട്ടിയിറക്കൽ നടക്കില്ല എന്ന് ഉദ്ദേശിക്കുന്ന കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചട്ടകത്തിൻ്റെ ഒപ്പം പശ കൂടുതലായതുകൊണ്ട് ഇത് റിട്ടേൺ പോരാൻ ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ അമർത്തി വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ ലൂസാക്കിയിട്ട് ഇങ്ങനെ അടിച്ചിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. ഇതേപോലെ അടിച്ചിട്ട് കൊടുത്താൽ ഇറങ്ങിയും ചെയ്യും. നല്ല ലൂസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങിപ്പോവും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇവിടെ 2-3 കട്ടിലുകൾ വേറെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കൊത ഉണ്ടോ, അതൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ക്ലിയറാക്കി ഇങ്ങനെ വെച്ച് പോയിട്ടുണ്ട്. ഏതായാലും നമ്മൾ 2ാമത്തെ ദിവസത്തെ വർക്കാണ്. അപ്പോൾ ഇന്ന് ഇവിടെ കട്ടിലും കാര്യങ്ങളൊക്കെ നമ്മൾ 2ാമത്തെ ദിവസമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. കാരണം കോൺക്രീറ്റ് ഫില്ല് ചെയ്യാനുള്ളതുകൊണ്ട് തലേന്ന് ഫില്ല് ചെയ്ത് ഇന്നാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ 1.5 കല്ലിൻ്റെയും 2 കല്ലിൻ്റെ ഒക്കെ ചെറിയ കെട്ടുകളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ സിമെൻറ്റിൽ തന്നെ ഇട്ട് വെക്കുന്നുണ്ട്. അതേപോലെ ഷോവാളുകളൊക്കെ ഇങ്ങനെ മണ്ണുകൊണ്ട് പടുവ് ചെയ്യണോണ്ട് എന്താണ് ഗുണം, എന്താണ് ലാഭം എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ അപ്ഡേറ്റ് ആയിട്ടുള്ള വീഡിയോയിൽ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും.